അപ്പോൾ നമ്മൾ വീണ്ടും പൊള്ളാച്ചി മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഈ പൊള്ളാച്ചി മാർക്കറ്റിലെ വെളുത്തുള്ളിയുടെ ശ്രീ വെങ്കിടേശ്വര ട്രേഡേഴ്സിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അകത്തോട്ടൊന്ന് കിടന്നില്ല. സ്ഥിതി ചെയ്യുന്നത് പൊള്ളാച്ചി സവാള മാർക്കറ്റിൻ്റെ അകത്താണ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ശ്രീ വെങ്കിടേശ്വര പൂണ്ട് വ്യാപാരം, അതായത് വെളുത്തുള്ളിനെ തമിഴിൽ പൂണ്ടെന്നാണ് പറയുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് ഇവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഗ്രേഡ് ചെയ്തിട്ട് ഇവിടെ സെയിൽ ചെയ്യണം. ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെങ്കിടേശ്വര ട്രേഡേഴ്സിൻ്റെ ഓണർ മിസ്റ്റർ കാജയാണ് നമ്മളെ സമീപിക്കുന്നത്. സാർ എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? നല്ല രീതിയിൽ നടക്കണം. അപ്പോൾ ഇവിടുന്ന് ഹോൾസെയിലാണ്, കംപ്ലീറ്റ് ഹോൾസെയിലാണ്. അപ്പോൾ ഈ കൊണ്ടുവരാനായിട്ട് അവർ വണ്ടിയായിട്ട് ഇവിടെ വരും, അങ്ങനെയാണ് അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കും? ഇവിടുന്ന് നമുക്ക് തിരുവനന്തപുരം വரைக்கும் സാധനം പോവുത്. ഒരുപാട് ദൂരേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം, കായംകുളം എറണാകുളം ഡിസ്ട്രിക്ട് അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നിങ്ങൾ ഈടാക്കുന്നുണ്ടോ? ഏറ്റി വിടും. അല്ല, അതിന് നിങ്ങൾ ഈടാക്കുന്നുണ്ടോ? കൊടുത്തു വിടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഒരു പാർട്ടി, നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കണ്ടെങ്കിൽ ആ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഒരു ഐഡിയാസ് ചൊല്ലി കൊടുക്കാം. ഓക്കെ. അതൊന്ന് ബിസിനസ് ഒന്ന് സാറിന്റെ പരിചയം വെച്ചിട്ട് ഒന്ന് പറഞ്ഞു. இங்கே பூண்டு, நாடன் பூண்டு இருக்குது, பின்ன ஹிமாச்சல் பூண்டு இருக்குது, அப்புறம் ஊட்டி சீடு இருக்குது, ஊட்டி பூண்டு இருக்குது, பின்ன பீல்டு கார்லிக் இருக்குது, உரிச்ச பூண்டு இருக்குது, எல்லா ஐட்டம்ஸும் இருக்குது. நீங்கள் ஹோல்சேல் பண்ணுறவங்க நாடன் வேணால் நாடன் எடுத்துக்கலாம், ஹிமாச்சல் பூண்டு வேணால் ஹிமாச்சல் பூண்டு இருக்குது. விட எவ்வளோ ஆர்டர் சொல்லிச்சோ ஆர்டருக்கு சாதனம் கயറ്റി விட இருந்து நீங்கள் அங்கே பில்லு வந்தோன்னா ஜிபே போட்டு விடணும், கேஷ் போட்டு விட்டாൽ മതി. എவ்வளോ സാധനം വേണമെങ്കിലും കൊടുക്കണം. വെളുത്തുള്ളി ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മുതലാളി കാജയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു ബിസിനസ് നമ്മൾ കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കട്ടെങ്കിൽ നമുക്ക് ഈ കാജയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിസിനസ് നമ്മുടെ നാട്ടിൽ ചെയ്തിട്ട് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ഇവിടുത്തെ പ്രത്യേകത വലിയ പൂണ്ട്, അതായത് വലിയ വെളുത്തുള്ളി ഉണ്ട്, അതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് ഉണ്ട്, തേർഡ് ഗ്രേഡ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവർ വെളുത്തുള്ളി തോലുലിച്ചും സെയിൽ ചെയ്യണുണ്ട്. ഇപ്പോൾ തോലുലിച്ചിട്ടുള്ള വെളുത്തുള്ളിക്ക് ഇന്നത്തെ റേറ്റ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, വെളുത്തുള്ളി ഓരോ ദിവസവും, അത് പച്ചക്കറി ഏത് ഐറ്റമായാലും ഓരോ ദിവസവും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ റേറ്റ് ആയിരിക്കില്ല നാളെ. ഇന്നിപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ എടുക്കുന്നത് 13 ഓഗസ്റ്റ് 2026. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ വന്നു കഴിഞ്ഞാൽ വേറെ റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. അപ്പോൾ ഇവിടുന്ന് ബൾക്കായിട്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാർജിൻ ഇട്ടിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായത്. ഇവിടുത്തെ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വെളുത്തുള്ളി 175 രൂപ, അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞത് 125 രൂപ, പിന്നെ അതിനേലും തീരെ ചെറിയ വെളുത്തുള്ളി, നല്ല വെളുത്തുള്ളി തന്നെ ഈ സൈസ് വെളുത്തുള്ളി, ഇത് 110 രൂപ. ഈ വെളുത്തുള്ളി 110 രൂപ. ഇതാണ് വലിയ വെളുത്തുള്ളി, ഇത് 175 രൂപ വരും. പിന്നെ അതേപോലെ ഇവർ ഇതാണ്ട തൊലി ഉലിക്കലുണ്ട്, തൊലി കളഞ്ഞത് പീൽ ചെയ്ത വെളുത്തുള്ളി, അതിനിവിടെ മെഷീനുണ്ട്. എന്നിട്ട് മെഷീനിൽ ഇവർ പീൽ ചെയ്തിട്ട് ഇവിടുത്തെ ജോലിക്കാർ ഇരുന്നിട്ട് അത് ക്ലീൻ ചെയ്യും. അത് പെർ കിലോ 240 രൂപ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പൊള്ളാച്ചിയിലെ സവാള മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ സവാളയുടെ ഇന്നത്തെ വിലയും അതിൻ്റെ ബിസിനസ് രീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് സാവധാനം ഒന്നും കടന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് AV ട്രേഡേഴ്സാണ്. അത് സവാളയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ്. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യട്ടെ, കേരളത്തിൽ നിന്ന് ഒരാൾ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കേരളത്തിലുള്ള ഒരാൾക്ക് ഈ സവാള ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം, ആ ബിസിനസ് ചെയ്യാൻ അവർക്ക് എന്ത് ഉപദേശമാണ് സാറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ചെയ്യണം നമുക്ക് ഈ ബിസിനസ്? അവർക്ക് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ഇതുമായിട്ട് ചെറിയൊരു ബന്ധം ഉണ്ടാവണം. അവർക്ക് അതിൽ നിന്ന് ആ ബിസിനസ് ചെയ്യാനുള്ള ആള് ഡ്രൈവർ ആയിരിക്കണം. ഡ്രൈവർ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള പരിപാടി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സ്വന്തമായിട്ട് അതിനൊരു ഹെൽപ്പർ, ഒരു വണ്ടി, ചെറിയ വണ്ടിക്ക്. വലിയ വണ്ടിക്ക് പറയുമ്പോൾ അതിനുള്ള സൗകര്യം വേണമല്ലോ. ചെറിയ വണ്ടി പിക്കപ്പ്, ടാറ്റൈസ്, അതുമാതിരി ചെറിയ വണ്ടികൾക്ക് പറഞ്ഞ ഒരു ഡ്രൈവർ, ഒരു ഹെൽപ്പർ, അങ്ങനെ വന്ന് വരുന്ന സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡ്രൈവർ മുകളിൽ കയറണം,
ഹെൽപ്പർക്ക് ചാക്കെടുത്ത് കൊടുക്കുന്നു. അതങ്ങനെ ഓരോ കടയ്ക്കായിട്ട് ഒരു 80-90 ചാക്ക് വരെ ഒരു വണ്ടിയിൽ കയറ്റി പറ്റും. കൊണ്ടുപോയി അത് കടകളിൽ ലൈൻ സപ്ലൈ ആണ്. ഇത് ലൈൻ സപ്ലൈ ആണ്. അതേസമയം ഒരു കടയ്ക്ക് തന്നെ നമ്മൾ സപ്ലൈ ചെയ്യണമെങ്കിൽ ആ വണ്ടിയിൽ ഇവിടുന്ന് ഫുൾ ലോഡ് അടിക്കണോ, പായ് കെട്ടി റെഡിയായി ഒരാളുണ്ടെങ്കിലും ഡ്രൈവറാണെങ്കിലും കുഴപ്പമില്ല. അതങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഓർഡർ എടുക്കുന്ന ഒരു കടയ്ക്ക് നമ്മൾ നേരെ അവിടെ കൊണ്ട് കടൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ലോഡിങ് ആയി വരുമ്പോൾ അത് വന്ന് ഇറക്കി പുള്ളി ഇറക്കി കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ നേരത്ത് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഈ ബിസിനസ് ചെയ്യാനും അതിൽ നമുക്കൊരു വരുമാനം അല്ലേ, വരുമാനം കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം ഒരു ജോലിക്കാരനെ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ആ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കുറച്ച്. ഞാൻ 25 കൊല്ലം ഞാൻ ഈ വർക്ക് ചെയ്ത 25 കൊല്ലം വർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ വണ്ടി അതാ അങ്ങോട്ട് അതാ ഈ മുനാഫേ ഇങ്ങോട്ട് ഞാനത് ഇങ്ങൊരു ഡ്രൈവർ ഓണറായിട്ട് തന്നെ പിന്നെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവരെ രണ്ടാളിനെയും ലൈനിൽ വിട്ടിരിക്കുകയാണ്. എനിക്ക് 63 ഇനി സമ്പാദിച്ച് ആർക്കൊണ്ടെടുത്ത് വയ്ക്കാനാണ് സമ്പാദിക്കുന്നത്. അപ്പോൾ സമ്പാദിച്ചതുകൊണ്ട് ജീവിക്കുക. ബാക്കി ഇനിയുള്ള സൗകര്യം ഇനി 25 കൊല്ലം ഓടിക്കുക. ഇപ്പോൾ വണ്ടികളെ ഇപ്പൊ പൊതുവേ ഇവിടെ വണ്ടികൾ നമുക്കിപ്പോ ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു സാധാരണ രീതിയിൽ ഒരു വണ്ടി ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെന്നില്ല. വണ്ടി എടുത്താൽ ഒരു വണ്ടിക്ക് ഇവിടെ വന്ന് തിരിച്ചു പോയി ആ വിറ്റ് കഴിഞ്ഞ് അവിടെ പോകുമ്പോൾ അവന് പണം കൊടുക്കണം. 5000 ഉറുപ്പ്യാണ് ചുരുങ്ങിയത്. ആ വണ്ടി ചിലവ് 5000-6000 ചെലവാണ്. 5000 പറഞ്ഞാൽ ഡ്രൈവർക്ക് കൂലി, വണ്ടിക്ക് ഡീസല്, വണ്ടിക്ക് വാടക, ഞാൻ ചോദിച്ചത് ശരിക്കും ഒരു സാധാരണ ഒരു വ്യക്തി, അതായത് ഒരു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ വ്യക്തിക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിലല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. കൂടുതൽ സവാള ബിസിനസ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ ലാഭം പുള്ളിക്ക് കൂടുതൽ കണക്ക് കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാടക വണ്ടി വിളിച്ച് അത് വിറ്റ് കഴിഞ്ഞ് വൈകുന്നേരം എണ്ണി നോക്കി ആ പൈസ കൊടുക്കാനുള്ളവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് പൈസ എടുത്തു വെക്കണമല്ലോ. നമ്മളിവിടുന്ന് ഒരു 1 ലക്ഷം രൂപ അവിടെ ചിലവാക്കി ആ പൈസ എണ്ണി മാറ്റണമല്ലോ, വണ്ടി വാടക കൊടുക്കണമല്ലോ, ആ വന്നാൾക്കുള്ള കൂലി എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അത് കിട്ടുമോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ദിവസം തുടങ്ങി. അല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഒരാള് കേരളത്തിലുള്ള ആള് ഒരു ചെറിയൊരു കട തുടങ്ങി, നിങ്ങൾ ഇടക്ക് വണ്ടി നിങ്ങളുടെ എറണാകുളം ഈ ഭാഗത്തോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലോഡ് ഇറക്കി കൊടുക്കാൻ പറ്റൂലേ? അങ്ങനെ ലോഡ് ഇറക്കാൻ പറ്റില്ല. ലോഡ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വലിയ ഓരോ കടകൾ പുതിയത് തുടങ്ങുമ്പോൾ പുതിയ കടയൊന്നും ഓപ്പണായി ഒരു 50 ചാക്ക് ഒരു 60 ചാക്ക് സവാള അവർക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയണം. അവരിൽ നിന്ന് ഓർഡർ എടുക്കുക. നമ്മൾ ഓർഡർ എടുത്ത് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം ഇവിടുന്ന് 60 ചാക്ക് സവാള 70 ചാക്ക് കയറ്റി അവർക്ക് ഇറക്കി കൊടുക്കണം. അങ്ങനെ വരുമ്പോഴേ അത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയൊക്കെ പറയുമ്പോൾ ഒരു കടയ്ക്ക് 5 ചാക്ക് 3 ചാക്ക് അത്ര വേണ്ടി വരുള്ളൂ. ഒരു ഹോൾസെയിൽ കടയാണെങ്കിൽ അവർക്ക് 5 ചാക്ക് അത് വൈകുന്നേരം നമ്മൾ തീർന്ന പിറ്റേ ദിവസം വരുമ്പോഴേ ഒരു 5 ചാക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ അത് അങ്ങനെ കവറായി വെക്കും. പിന്നെ ഓരോ ചെറിയ കടകൾക്കും 1 ചാക്ക് 2 ചാക്ക്. അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതിന്റെ പേരില്ലേ ഇത് നേരിട്ട് തന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ സവാള എടുത്താൽ മതി അല്ലേ? അങ്ങനെ എടുത്താൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം അവർ ഒരു ബിസിനസ് ആയിരിക്കണം. ഒന്നും അറിയാത്ത ആളുടെ 2 ലക്ഷം കൊടുത്ത് ഒരു വണ്ടിയും കൊടുത്ത് വിട്ടാൽ 2-3 ദിവസം കൊണ്ട് ഈ 2 ലക്ഷം എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരിയാണ്. ഓക്കെ. അപ്പൊ സാറേ ഇത്രയും കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു സാറിന്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പൊള്ളാച്ചി മാർക്കറ്റിലെ AV ട്രേഡേഴ്സിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇതുപോലുള്ള സൂപ്പർ ബിസിനസ്സുകളുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്.